പ്ലീസ് എന്നെ കറങ്ങാൻ കൊണ്ടുപോവോ? പിന്നെന്താടി മുത്തേ? ഈ ഒരു ചോദ്യം രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാറുമ്പോൾ. മേമ എനിക്ക് ബോറടിക്കുന്ന എവിടെയെങ്കിലും കൊണ്ടുപോകാം, നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് നീൽച്ചേട്ടൻ പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് കിട്ടും, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂർക്ക് പോവാം, അപ്പോൾ പാറുമോളെ കൊണ്ടുപോകാന്ന്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി, ഡ്രസ്സ് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ സമ്മതിച്ചു. അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വാശിയാണ്, കണ്ണ് എഴുതണ്ട, പൗഡർ ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോളം പറഞ്ഞു. സോ ഹാപ്പിയാണ്. അപ്പോൾ ഗൈസ്, ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് നീൽച്ചേട്ടൻ എടുത്താൽ കേട്ടോ ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കറക്റ്റ് സൈസാണ് കേട്ടോ. ക്ലോത്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു വാഷ് ചെയ്യുമ്പോഴൊന്നും സംഭവിക്കില്ല. ആ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. അതിനെക്കുട്ടനെ അച്ഛമ്മേരെ അടുത്തെടുത്തിട്ട് അല്ലൂസിനെ കൊണ്ടാണ് നമ്മൾ പോണത്. എനിക്ക് ഇപ്പോഴും ഹെൽമെറ്റ് വെക്കാൻ അറിയില്ല കേട്ടോ. നിഖിൽ ചേട്ടനാണ് വെക്കാറ്. അപ്പോൾ നമ്മൾ വണ്ടിയുമ്പോൾ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. 2 പിള്ളേരെയും അച്ഛനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അച്ഛൻ ചോദിക്കുന്നത് എവിടെ പോവാണെന്ന്. അപ്പോൾ അതേ വണ്ടിയുമ്പോൾ കയറ്റി ഇരുത്തിയപ്പോൾ തന്നെ പാറുവിന് സന്തോഷമായി. കാരണം ഫസ്റ്റ് ടൈമാണ് ഇതേ പാറു വണ്ടിയുമ്പോൾ ഇരിക്കുന്നത് വാങ്ങിച്ചേ. പിന്നെ കല്ലൂട്ടനെ നമ്മൾ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അതിനെക്കൂട്ടനാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഫ്രണ്ടിൽ ഇരുന്ന് 2 സൈഡിൽ നിന്ന് പിടിച്ചിരിക്കാനായിട്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പാറൂസിനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മാമ ഭയങ്കര കാറ്റ്, എൻ്റെ ഹെയറൊക്കെ പറക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് പാറു, നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ ഇങ്ങനെ മുടിയൊക്കെ പറക്കണം, അതേപോലെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഹീറോയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ആ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ 2 എണ്ണത്തിനെ കൊണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഡോർ ക്ലോസ് ചെയ്യിപ്പിച്ചു ഞങ്ങൾ, കാരണം റോട്ടിലേക്ക് ഓട്ടം കൂടുതലായതുകൊണ്ട്. ഇവർ 3 പേർക്കും പാറുക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിട്ട്. പാറുവിനെ കിട്ടിയാൽ പിന്നെ ആ കുട്ടീനെ ഒരു പരിവാക്കും, അതേപോലെ ചാടി ഓടി മേത്തൊക്കെ കയറി കളിച്ചിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആനിവേഴ്സറി വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. ഒത്തിരി പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. അങ്ങനത്തെ നമ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടിയിട്ട് പോണ വഴിക്ക് പാറുക്കുട്ടനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പം നമ്മൾ നവ്യ ബേക്കറിൽ കയറിയിട്ടുണ്ട്. നാളെ ഞങ്ങൾ അമ്പലത്തിൽ പോകണോണ്ട് ഞങ്ങൾക്ക് നോണൊന്നും കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മൂപ്പർക്ക് എപ്പോഴും ഷവർമ, അൽഫാം, കുഴിമന്തി എന്നൊക്കെ പറയുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, ഞാൻ പ്രത്യേകം പണ്ടുണ്ടായിരുന്നു പാറൂസ് നമുക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല, ജ്യൂസ് എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സമൂസയും പരിപ്പുവടയും വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മിൽക്ക് ഷേക്ക് മതി എന്നായിട്ട് പറഞ്ഞു. അപ്പോൾ നിഖിൽ ചേട്ടൻ ഒരു ഫലൂദ പറഞ്ഞു, ഞാനൊരു ചോക്ലേറ്റ് ഷേക്കും പറഞ്ഞിട്ടുണ്ട്. അല്ലുകൂട്ടൻ ഇവിടെ ഫുൾ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫലൂദ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോള് കഴിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട മേമ, ഞാൻ മിൽക്ക് ഷേക്ക് അല്ലേ പറഞ്ഞിട്ടുള്ളത്, അത് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ ഇപ്പോൾ വേറെ ലെവലാട്ടോ. നമ്മൾ ഹോട്ടലിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് പറയും, അമ്മ എനിക്കിത് വേണം, ഫ്രൈഡ് റൈസ്, പൊറോട്ട, മീൻസ് അവരെന്നെ ഇങ്ങോട്ട് ഓർഡർ ചെയ്ത് തുടങ്ങി. കാലം പോണ ഒരു പോക്കേ. അപ്പോൾ പിന്നെന്താ, പാറുകുട്ടനെ കൊണ്ടുവരുമ്പോൾ നല്ല രസമാട്ടോ. എന്താ പറയുക, കുറച്ചുകൂടി വലുതായതുകൊണ്ട് തന്നെ അവളെ ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. അവൾ നമ്മുടെ കൂടെ ഉള്ളത് ആരാണെങ്കിലും അയാളെ നോക്കിക്കോളും. അങ്ങനെയൊക്കെ എന്താ പറയുക, ഭയങ്കര രസമാണ്, ഭയങ്കര കംഫർട്ടാണ് ഞങ്ങൾക്ക് അവളെ കൊണ്ട് പോകാനായിട്ട്. അവളങ്ങനെ കുറുമ്പോ സംഭവം ഒന്നും എടുക്കൂല കേട്ടോ. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ.